പ്രിയരെ, ഇന്നൊരു സുദിനമാണ്. അധ്യയനത്തിൻ്റെയും കലാസപര്യയുടെയും ഒരു സമന്വയമായ ഈ ആരവ് 2025 മോട്ടോർ വാഹന വകുപ്പിൽ നിങ്ങളുടെ മുൻപിലേക്ക് ഒരു എളിയ ആശയം, എന്നാൽ എല്ലാ സമൂഹത്തെയും ബാധിക്കുന്ന ഒരു വലിയ ആശയം, കാഴ്ചയിൽ ചെറുതെന്ന് തോന്നുന്നതെങ്കിലും വലിയൊരാശയം എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ നിയുക്തരായിട്ടുള്ളത്. അത് നമ്മുടെ രാജ്യമെമ്പാടും ആചരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് നോ കീ ഫോർ കിഡ്സ്. വളരെയധികം അപകടങ്ങൾ ഉണ്ടാകുന്നു. അതിനെ തുടർന്നുണ്ടാകുന്ന നിയമ നടപടികൾ മാത്രമല്ല, അത് സമൂഹത്തിനുണ്ടാക്കുന്ന ആഘാതത്തെക്കുറിച്ചുമൊക്കെ നമ്മളെ ബോധവാന്മാരാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. അപ്പം നിങ്ങളുടെ ശ്രദ്ധയെ സാദരം മോട്ടോർ വാഹന വകുപ്പ് ദേവികുളം സബ് പാർട്ടി ഓഫീസ് അതിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ബഹുമാന്യനായ അച്ഛൻ ഞങ്ങൾക്ക് ഇവിടെ ഒരു വേദി രാജേഷ് അച്ഛൻ തന്നിട്ടുണ്ട്. അതിൽ ഞങ്ങൾ വളരെയധികം അദ്ദേഹത്തോടും ഈ സ്ഥാപനത്തോടും കടപ്പെട്ടവരായിരിക്കും. അതേപോലെ തന്നെ പേരൻസ്, കുട്ടികൾ എല്ലാവരും ഈ കാര്യത്തിൽ ഇതിൻ്റെ ഗൗരവത്തെക്കുറിച്ച് ഉത്തമ ബോധ്യമുള്ളവരായിരിക്കും എന്ന് ഞാൻ വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതിൻ്റെ നിയമവശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോട്ടോർ വെഹിക്കിൾ ആക്ടിലെ 199A പ്രകാരം ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു കുട്ടി വാഹനം ഉപയോഗിച്ച് കഴിഞ്ഞാൽ അതിലുണ്ടാകുന്ന പിഴയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ വാഹന ഉടമയ്ക്കും വാഹനം ഓടിക്കുന്ന ആൾക്ക് കിട്ടുന്ന 10,000 രൂപയാണ് പിഴ. അത് പിഴയുടെ കാര്യം മാത്രമല്ല, വാഹന ഉടമയ്ക്ക് അല്ലെങ്കിൽ രക്ഷിതാവിന് 25,000 രൂപ പിഴ വരുന്നു. അപ്പം 35,000 രൂപയോളം പിഴ സംഖ്യ തന്നെ വരുന്നു. വാഹനം ആരാണോ കുട്ടികൾക്ക് കൊടുത്തത് അവർക്ക് 3 വർഷം വരെ തടവ് അനുഭവിക്കേണ്ടതായിട്ടുള്ള ഒരു ദയനീയ സ്ഥിതിയും കൂടി ഇതിൻ്റെ പിന്നെ വരുന്നു. അത് കൂടാതെ മറ്റൊരു സംഗതിയുള്ളത്, ഈ വാഹനം ഉപയോഗിച്ച ജുവനൈലായിട്ടുള്ള പ്രായപൂർത്തിയായ കുട്ടിക്ക് 25 വർഷത്തെ വയസ്സ് തികഞ്ഞതിന് ശേഷമാണ് ഒരു ലൈസൻസിങ് പ്രോസസ്സിലേക്ക് കടന്ന് ചെല്ലാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു സ്ഥിതി കൂടിയുണ്ട്. വാഹനത്തിൻ്റെ രജിസ്ട്രേഷൻ ആണെങ്കിൽ 1 വർഷത്തേക്ക് ക്യാൻസൽ ചെയ്യപ്പെടുന്നു. അപ്പം ഇത്രയധികം നിയമപരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അത് ഫേസ് ചെയ്യുന്നതല്ല ഇതിൻ്റെ പുറകിലുള്ള കാര്യം. ഇനി ഈ പ്രായപൂർത്തിയായ കുട്ടി വാഹനം ഉപയോഗിച്ച് ഒരു ആക്സിഡൻസ് ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു തരത്തിലുള്ള ഇൻഷുറൻസ് ക്ലെയിമുകളോ മറ്റു കാര്യങ്ങളോ ഒന്നും ആ വിക്ടിമിനോ അല്ലെങ്കിൽ ഈ വാഹനം ഓടിച്ച ആൾക്കോ കിട്ടില്ല എന്നുള്ള ഒരു യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. അത് എല്ലാ പേരൻസും മനസ്സിലാക്കണം, കുട്ടികളിലേക്ക് അത് കൺവേ ചെയ്യണം. നമ്മൾ ഒരു നിയമത്തിൻ്റെ വഴിയെ സഞ്ചരിക്കാനുള്ള ഒരു പ്രേരക ശക്തിയായിട്ട് ഈ ആരവ് 25 നമുക്കിവിടെ സാധ്യമാക്കട്ടെ എന്ന് എളിയ ഭാഷയിൽ മോട്ടോർ വാഹന വകുപ്പിന് വേണ്ടിയിട്ട് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം. ഈ ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ലളിതമായ ക്വിസ് പ്രോഗ്രാമിലൂടെ നമ്മുടെ കുട്ടികളിലേക്ക് ഇവർ കടന്നു വരുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഏറെ എക്സൈറ്റ്മെൻറ്റോടുകൂടി തന്നെ ആ ക്വിസ് പ്രോഗ്രാമിലേക്ക് പങ്കെടുക്കണമെന്നുള്ള വിനീതമായ അഭ്യർത്ഥനയും ഞാൻ നടത്തുന്നു. എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഈ ക്യാമ്പയിനുമായിട്ട് കടന്നു വന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട ജെയിംസ് സാറിനും ചന്ദ്രലാൽ സാറിനും ദീപു സാറിനും വിശുദ്ധീപ്തിയുടെ പേരിലും ഇടുക്കി സഹോദരിയുടെ പേരിലും പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ ഈ ഉദ്യമം വിജയിക്കട്ടെ. അത് എല്ലാ അധ്യാപകരിലേക്കും കുട്ടികളിലേക്കും പേരൻസിലേക്കും ഈ ബോധോദയം എത്തിക്കൊണ്ട് അത് നല്ല രീതിയിൽ ഈ ക്യാമ്പയിൻ വിജയിക്കുവാനുള്ള എല്ലാ ആശംസയും ഒരിക്കൽ കൂടി നേർന്നുകൊള്ളുകയും ചെയ്യുന്നു. താങ്ക് യു. പ്രിയ സഹോദരങ്ങളെ, എല്ലാവരും ഒരു സ്ഥലത്തേക്ക് ഇരുന്ന് അവർക്ക് പണി എളുപ്പമുണ്ടായിരുന്നു. പ്ലീസ് കുഞ്ഞുങ്ങളെ ഒന്ന് ഈ സൈഡിലേക്ക് ഇരിക്കാവോ? പങ്കെടുക്കാൻ കേട്ടോ. വരാന്തയിൽ നിൽക്കുന്നവർക്കും പങ്കെടുക്കാവുന്നതാണ്. പ്ലീസ്. കുട്ടികൾ വാഹനം ഓടിച്ച് അപകടമുണ്ടാക്കുന്ന അവസ്ഥയിലുണ്ടാകുന്ന പല ദുരന്തങ്ങളും ഞങ്ങൾ റിയലായിട്ട് കാണാറുണ്ട്. അതിൽ ഏറ്റവും വലിയ മോശപ്പെട്ട അവസ്ഥ എന്ന് പറയുന്നത്, ഇങ്ങനെ അപകടമുണ്ടായാൽ ഇതിന് ഒരു വിധത്തിൽ
വാഹനം ഓടിക്കുന്നവർ കൈവെക്കാൻ പറഞ്ഞാൽ അതിൽ 90% കുഞ്ഞുങ്ങളും കൈവെക്കുന്നതായിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പൊ ആരാണ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ചാൽ വേറെ ആരുമല്ല, അവരുടെ രക്ഷിതാവ് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഇത് രക്ഷിതാക്കളോട് ചോദിച്ചപ്പോൾ അവര് പറയുന്ന ഒരു മറുപടി, ചെറുപ്പത്തിലെ പഠിച്ചാൽ നന്നായി പഠിക്കും, ചെറുപ്പത്തിലെ പഠിച്ചാൽ നന്നായി പഠിക്കും. എനിക്ക് അങ്ങനെയുള്ളവരോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, ഇപ്പൊ നമ്മൾ കുഞ്ഞുങ്ങൾ വളർന്നു വരുമ്പോൾ അവരെ ആർമിയിലൊക്കെ ചേർക്കാനായിട്ട് നമ്മൾ പലരും ആഗ്രഹിക്കുന്നുണ്ട്. ആർമിയിൽ ചേരാൻ പോകുന്ന ഒരു കുട്ടിക്ക് നമ്മൾ തോക്ക് മേടിച്ചു കൊടുക്കാറുണ്ടോ? ചെറുപ്പത്തിലെ ഷൂട്ടിംഗ് പ്രാക്ടീസ് കൊടുക്കാറുണ്ടോ? ഉണ്ടോ? പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ ചെറുപ്പത്തിൽ പഠിച്ചാൽ നന്നായി പഠിക്കൂ എന്ന് പറയുന്നത്? ഈ പേരൻസിനോട് ചോദിക്കാനുള്ള എൻ്റെ ഒരു ചോദ്യം അതാണ്. അങ്ങനല്ല, നമ്മൾ ഓരോ പ്രായത്തിലും പഠിക്കേണ്ടുന്ന കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് വരികയാണ്. വളരെ ചെറിയ ചെറിയ ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ. മുതിർന്നവർ ദയവ് ചെയ്ത് തൽക്കാലം സൈലന്റ് ആകുക. കുഞ്ഞുങ്ങളോടായിരിക്കട്ടെ, കുഞ്ഞുങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നു. ആൻസർ അറിയാവുന്നവർ കൈവയ്ക്കാൻ മതി. ആദ്യം കൈവയ്ക്കുന്ന ആൾക്ക് ആദ്യത്തെ ചാൻസ്. ചോദിക്കട്ടെ, നിങ്ങൾ ആരും എന്തൊന്നും പറയാത്ത ചോദിക്കട്ടെ. യെസ്. ഒരു ലൈസൻസ് കിട്ടുന്നതിനുള്ള മിനിമം പ്രായം എത്ര? പറയരുത്. ആരാദ്യം കൈവയ്ക്കുക? ഈ കുഞ്ഞല്ലേ? പേരെന്താന്ന് പറ. 5ൽ പഠിക്കുന്ന സൗരവാണ് എൻ്റെ ഉത്തരം പറയുന്നത്. ലൈസൻസ് കിട്ടുന്നതിന് മിനിമം പ്രായം എത്ര? 18. ഒരു കയ്യടി കൊടുത്തേ. 18 വയസ്സ്. രണ്ടാമത് ആരായിരുന്നു കൈവയ്ക്ക്? പ്ലസ് വൺ. എന്നാലും ഞാൻ 5ാം ക്ലാസ്സുകാരനെയാണ് കുറച്ചുകൂടി കൺഗ്രാലേറ്റ് ചെയ്യുന്നത്. കാരണം ഈ 5ൽ പഠിക്കുന്ന കുഞ്ഞിന് വരെ അറിയാം ലൈസൻസ് കിട്ടുന്നതിനുള്ള മിനിമം പ്രായം 18 വയസ്സാണ്. അടുത്ത ചോദ്യം, നമ്മൾ റോഡിലൂടെ നടക്കുമ്പോൾ ഏത് വശം ചേർന്നാണ് നടക്കേണ്ടത്? അവിടെ ഒരാൾ പുറയിലേക്ക് പൊക്കോട്ടെ, അവർക്ക് ചാൻസ് അവർക്ക് കൊടുക്കാം. ചോദ്യം ഇതാണ്, റോഡിലൂടെ നടക്കുന്നവർ റോഡിന്റെ ഏത് വശം ചേർന്നാണ് നടക്കേണ്ടത്? അത് ഇൻട്രൊഡ്യൂസ് ചെയ്യുക, പേര് പറയുക, ക്ലാസ് പറയുക. കറക്റ്റ് ആൻസർ. റോഡിന്റെ വലതുവശം ചേർന്നാണ് നടക്കേണ്ടത്. അതിലും ലളിതമായൊരു ചോദ്യം, വാഹനം റോഡിന്റെ ഏത് സൈഡിലൂടെയാണ് ഓടിക്കേണ്ടത്? വാഹനം റോഡിന്റെ ഏത് സൈഡിലൂടെയാണ് ഓടിക്കേണ്ടത്? മറിയത്തിന്റെ കയ്യടി കൊടുത്തേ. കറക്റ്റാണ്. ഓടി വന്നിട്ട് ആൻസർ പറഞ്ഞ ആളാണ്. റോഡിന്റെ ഇടതുവശം ചേർന്ന് വേണം വാഹനം ഓടിക്കാൻ. ഇനി മുതിർന്നവരോടൊരു ചോദ്യം, എല്ലാവരെയും പരിഗണിക്കണമല്ലോ നമ്മള്. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ, കുഞ്ഞുങ്ങളല്ല കേട്ടോ, 18 വയസ്സിൽ താഴെയുള്ളവരല്ല, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എത്രയാണ് പിഴ? ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എത്രയാണ് പിഴ? ആരാ? 5000. ഒരു ചെറിയ തിരുത്തുണ്ട്, ഒരു പകുതി മിഠായി കൊടുക്കുക. ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ എങ്കിൽ ഞാൻ അവിടുന്ന് ഉത്തരം മേടിച്ചിട്ടും വരാം. ഷാജു, 25,000 രൂപ. അല്ലാതെ കുഞ്ഞുങ്ങളല്ല, മുതിർന്നവർ ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ എത്രയാണ് പിഴ? വലിയവർക്കാണെങ്കിൽ 10,000 രൂപ.
അല്ല, ഞാൻ ദേവികുളം റേഞ്ച് ഓഫീസിൽ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് വർക്ക് ചെയ്യുന്നത്. കൊള്ളാം കൊള്ളാം, വളരെ നല്ലത്. എത്രയാണ് പിഴ? 10,000. ഇപ്പൊ രണ്ടുത്തരം നമുക്ക് വന്നു, 5000, 10,000. രണ്ടും ശരിയാണ്. കാരണം പറയട്ടെ, ചാടല്ലേ. എൻ്റെ വാഹനം, എൻ്റെ പേരിലുള്ള വാഹനം ഞാൻ തന്നെയാണ് ഓടിച്ച് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതെങ്കിൽ, എൻ്റെ സ്വന്തം വാഹനം ഞാൻ തന്നെയാണ് ലൈസൻസ് ഇല്ലാതെ ഓടിക്കുന്നതെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, 5000 രൂപ. അതാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. മറ്റൊരാളുടെ വാഹനമാണ് നമ്മൾ ഓടിക്കുന്നതെങ്കിൽ ഓടിച്ചയാൾക്ക് 5000 രൂപ പിഴ, ഓടിക്കാൻ കൊടുത്തയാൾക്ക് 5000 രൂപ പിഴ, അങ്ങനെ 10,000 രൂപ. രണ്ടു ഉത്തരവും സാഹചര്യം അനുസരിച്ച് ശരിയാണ്. എല്ലാവർക്കും മിഠായി കൊടുത്തേ. ഹെൽമെറ്റ് ഇല്ലാതെ ആണ് പോകുന്നതെങ്കിൽ എത്ര രൂപയാണ് പിഴ? കൊച്ചുങ്ങളോടാന്ന് ഞാൻ പറഞ്ഞു, ഹെൽമെറ്റ് ഇല്ലാണ്ട് ഓടിച്ചാൽ ഒരാൾ കൈവക്കി പിടിച്ചു. ഇനിയുണ്ടോ? കൈവക്കി പിടിച്ചോ. ആദ്യം മൂന്ന് പേര് ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ, 2 വീലർ ഓടിക്കുന്നവർക്ക് 100 രൂപ. അടുത്തയാൾ ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിക്കുന്നയാൾ എത്ര പിഴ? 500. വീണ്ടും 5 ഇരട്ടിയായി. ഇനി ആർക്കെങ്കിലും ഉണ്ടോ? ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ മക്കളെ? അപ്പൊ നമുക്ക് എത്രയിൽ ഉറപ്പിക്കാം? 500-ൽ ഉറപ്പിക്കാം. ഹെൽമെറ്റ് ഇല്ലാതെ വാഹനം ഓടിച്ചാൽ 500. ഹെൽമെറ്റ് ആർക്കൊക്കെ വേണം? വാഹനത്തില് രണ്ടുപേരെ സഞ്ചരിക്കാൻ പാടുള്ളൂ. 2 വീലറിൽ 2 പേർക്കും ഹെൽമെറ്റ് വേണം. അപ്പോൾ ഒരു സാറിൻ്റെ വക ഒരു 2 ചോദ്യം കഴിഞ്ഞാൽ നമുക്ക് ക്വിസ് സമയം വൈകിയോണ്ട് നിർത്തുകയാണ്.